പാർലമെന്റിന്റെ ചരിത്രത്തിൽ സമീപകാലത്തൊന്നും കാണാത്ത വിധമുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് കഴിഞ്ഞ ആഴ്ചകൾ സാക്ഷ്യം വഹിച്ചതെന്ന് നിസ്സംശയം പറയാം. 18ാം ലോക്സഭയുടെ തുടക്കത്തിൽ തന്നെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും മുഖാമുഖം നിർത്തുന്ന ശക്തമായ പോർക്കളമായി പാർലമെന്റിന്റെ ഇരുസഭകളും മാറിയിരുന്നു. 12 വർഷത്തോളമായി തുടരുന്ന നരേന്ദ്രമോദി ഭരണത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഭരണ നേതൃത്വത്തിലെ പ്രധാനമന്ത്രിക്ക് പകരം മറ്റൊരാളിലേക്ക് പ്രതിപക്ഷ ആക്രമണത്തിന്റെ കുന്തമുന പൂർണ്ണമായും തിരിയുന്നത്. രാജ്യവ്യാപകമായി അലയടിച്ച നീറ്റ് പരീക്ഷാ വിവാദത്തിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ലക്ഷ്യമാക്കി പ്രതിപക്ഷം തിരിഞ്ഞുകഴിഞ്ഞു. സഭയ്ക്കകത്ത് പ്രതിപക്ഷം അമിത്ഷാക്കെതിരെ ഉയർത്തിയ പ്രതിഷേധങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു. ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ രൂക്ഷമായ പ്രസംഗം വരാനിരിക്കുന്ന ദിവസങ്ങളിലെ കൊടുങ്കാറ്റിന്റെ സൂചനയായിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തോടുള്ള ഡൽഹി പോലീസിന്റെയും കേന്ദ്ര സായുധ പോലീസ് സേനകളുടെയും കിരാതമായ സമീപനമാണ് പ്രതിപക്ഷത്തെ സഭയ്ക്കുള്ളിൽ പ്രകോപിപ്പിച്ചത്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജും പെല്ലറ്റ് പ്രയോഗവും ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ ന്യായീകരിക്കാനാവാത്തതാണെന്ന് ഇന്ത്യ സഖ്യ പാർട്ടികൾ ഒറ്റക്കെട്ടായി വാദിച്ചു. ഡൽഹി പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലായതിനാൽ ഈ ഭരണകൂട ഭീകരതയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏറ്റെടുക്കണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഉറച്ചുനിന്നത്. സഭയിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാൻ അദ്ദേഹം തയ്യാറാകാത്തത് ഭരണപക്ഷത്തിന്റെ പ്രതിരോധം കൂടുതൽ ദുർബലമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ മന്ത്രിപദം രാജിവെച്ചിട്ടും പ്രക്ഷോഭങ്ങളുടെ ചൂട് പാർലമെന്റിനകത്തോ പുറത്തോ കുറഞ്ഞിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. ഇതിന് പിന്നിൽ പ്രതിപക്ഷത്തിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ മുൻകാലങ്ങളിൽ അമിത്ഷായുടെ അതീവ വിശ്വസ്തരിൽ ഒരാളായാണ് അറിയപ്പെട്ടിരുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഭരണപക്ഷത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളും ചേരിതിരിവുകളും നിലനിൽക്കുന്നുണ്ടെന്ന സൂചനകളാണ് ഈ രാജ്യം തുടർ സംഭവങ്ങളും പുറത്തു കൊണ്ടുവരുന്നത്. BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ആഭ്യന്തര സംവിധാനങ്ങളിലെ വിള്ളലുകൾ വലുതാക്കാനും ഭരണകൂടത്തിനകത്തുള്ള അധികാര സമവാക്യങ്ങളെ പരസ്യമായ ചർച്ചാ വിഷയമാക്കാനും പ്രതിപക്ഷം ഈ വിഷയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മാത്രം അധികാരം കേന്ദ്രീകരിച്ചിരുന്ന ഒരു സർക്കാരിൽ അതിശക്തനായ ആഭ്യന്തരമന്ത്രിയുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെയും മൗനത്തെയും പ്രതിപക്ഷം ചോദ്യം ചെയ്യുമ്പോൾ അത് ഭരണകക്ഷി ക്യാമ്പിൽ വലിയ അസ്വസ്ഥതകളാണ് സൃഷ്ടിക്കുന്നത്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള ഏത് പ്രതിപക്ഷ ആക്രമണത്തെയും അതിശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന BJP എംപിമാർ ഇത്തവണ ആഭ്യന്തരമന്ത്രിയുടെ കാര്യത്തിൽ എന്ത് തന്ത്രം സ്വീകരിക്കുമെന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. മോദിയുടെ പ്രതിച്ഛായയ്ക്ക് ഒരു പോറലുമേൽക്കാതെ സംരക്ഷിക്കാൻ പാർട്ടിയും സർക്കാരും എപ്പോഴും ജാഗ്രത പുലർത്താറുണ്ട്. എന്നാൽ ആഭ്യന്തരമന്ത്രി നേരിട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും പാളിപ്പോകുന്ന കാഴ്ചയാണ് പാർലമെന്റിൽ കണ്ടത്. ആഭ്യന്തരമന്ത്രിയുടെ മൗനം സഭയുടെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. മോദിക്കെതിരായ പ്രതിപക്ഷാക്രമണത്തെ പാർട്ടി എംപിമാർ ശക്തമായി നേരിടുമ്പോൾ അത്തരം പ്രതിരോധം ആഭ്യന്തരമന്ത്രിയുടെ കാര്യത്തിലും ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ചുരുക്കത്തിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും അതിനെ തുടർന്നുള്ള വിദ്യാർത്ഥി സമരങ്ങളും കേവലം ഒരു വിദ്യാഭ്യാസ പ്രതിസന്ധി എന്നതിലുപരി രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെയും കെട്ടുറപ്പിനെയും ചോദ്യം ചെയ്യുന്ന വലിയൊരു രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നും സഭ ചേരുമ്പോൾ പ്രതിപക്ഷ ബഹളവും സ്തംഭനവും തന്നെയായിരിക്കും രാജ്യ തലസ്ഥാനം കാണാൻ പോകുന്നത്. ഇന്ന് സഭയിലെത്തി വ്യക്തമായ വിശദീകരണം നൽകാൻ അമിത്ഷാ തയ്യാറായില്ലെങ്കിൽ പാർലമെന്റിനകത്ത് ഭരണപക്ഷത്തെ സ്തംഭിപ്പിച്ചു നിർത്തിയും പുറത്ത് രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചും സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്ന അതിശക്തവും നിർണായകവുമായ തിരിച്ചടിയായിരിക്കും പ്രതിപക്ഷം നൽകാൻ പോകുന്നത്.